ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ ഇന്നും കുട്ടി വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കേട്ടോ. കുറച്ച് ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പം എന്നെപ്പോലെ അറിയാത്ത ബുദ്ധൂസൊക്കെ കാണും കേട്ടോ. എനിക്കിപ്പോൾ ഒരുപാട് അറിവുകളൊക്കെ കിട്ടി കേട്ടോ. നമ്മുടെ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തൊക്കെ നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സത്യം എനിക്ക് ഒന്നും അറിയാത്തില്ലായിരുന്നു കേട്ടോ. ഒരുപാട് നമുക്ക് അടിപൊളിയായിട്ട് കിടുക്കാച്ചായിട്ടുള്ള കുഞ്ഞു സൂത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കേട്ടോ. എനിക്ക് നല്ല കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പം അറിയാവുന്നവർ കാണും, അറിയാത്തവരൊക്കെ കാണും കേട്ടോ. എന്നാൽ ഈ സുഖിൻ്റെ കുഞ്ഞു മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെയാണ് ഇന്നും നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുട്ടി അറിവുകൾ. ഇതൊക്കെ ആണെങ്കിൽ ഞാൻ എടുക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇതൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. ഇതൊക്കെ അലമാരിക്കകത്ത് ഞാനിങ്ങനെ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഓരോരുത്തരെ കൊണ്ടുവരുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ എടുക്കത്തതേ ഇല്ല. എന്തിനാ നമ്മൾ അതിന് ഉപയോഗങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ കൈകാര്യം ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഞാനിപ്പോൾ ഒരുപാട് കാര്യത്തിന് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സംഭവം എടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുട്ടി സംഭവങ്ങളൊക്കെ കേട്ടോ. എന്തുവാണെന്ന് വെച്ചാൽ ഞാൻ ഈ വാസലിനൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. നമുക്ക് ഈ നമ്മുടെ ഉപ്പിട്ടിലെ വിണ്ട് കീറലിനെ, നമ്മുടെ ചുണ്ടും മേലെ, നമ്മുടെ കൈകളിലെ ആ മൊരിച്ചിലൊക്കെ മാറാൻ വേണ്ടി നമ്മളിതൊക്കെ ചെയ്യും. പക്ഷെ ഞാനിതൊന്നും ചെയ്യത്തില്ലായിരുന്നു, സത്യം പറഞ്ഞ കേട്ടോ. പക്ഷേ ഇത് ഞാനിപ്പം തട്ടിപ്പറക്കിയൊക്കെ എടുത്തു. ഒത്തിരി ഒരു 3-4 ടിൻ ഇതേപോലുള്ളത് എൻ്റെ ഈ ഇരിപ്പുണ്ട്. പക്ഷെ കേട്ടോ ഞാനത് എടുക്കത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ എടുത്തു തുടങ്ങി കേട്ടോ. ഇത് നമുക്ക് ആദ്യത്തെ നല്ലൊരു ടിപ്പാണ്. നമ്മുടെ ഇന്നിപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇന്ന് പൂവൊന്നും വെച്ചിട്ടില്ല, ഹെയർ സ്റ്റൈൽ ഞാനിന്ന് മാറ്റി പിടിച്ചു. ഇത് ഞാൻ കുഞ്ഞുനാളിൽ നമ്മുടെ സ്കൂളിലൊക്കെ ഇതുമാതിരിയാണ് കെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ ഇപ്പം കെട്ടി വെച്ചതാണ്. ഇൻട്രോ എടുക്കാൻ നേരം ഒന്ന് കെട്ടി വെച്ചതാണ്. കുറച്ച് മുടിയെടുത്ത് ഇവിടെ ഇങ്ങനെ മേളിൽ കുത്തി വെച്ചിട്ടായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പോകുന്നത്. എന്നിട്ട് ഈ 2 സൈഡിലോട്ട് നമ്മൾ കുറച്ച് അന്നേ എനിക്ക് ചുരുള മുടിയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ആ മുടി തന്നെയാണ് നമുക്കിപ്പോഴും. ആ മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറത്തിയൊക്കെ അടിച്ച് ഇവിടെ ക്ലിപ്പിടും, ഇവിടെ കുഞ്ഞിതുപോലൊരു സ്ലൈഡ് കുത്തും. പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു, അത്ര ഇല്ല, എന്നാലും മുടി ഉണ്ടായിരുന്നു. ആ കുഞ്ഞുനാൾ സമയത്ത് 8-9 ക്ലാസ് വരെയും നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അന്നത്തെ ഫാഷൻ ഇതൊക്കെയായിരുന്നു. കുറച്ച് മുടി എടുത്ത് ഇങ്ങനെ പൊക്കി കെട്ടി വയ്ക്കും. എന്നിട്ട് അടിയിലത്തെ അങ്ങോട്ട് പറത്തി അടിച്ചൊക്കെ ആയിരുന്നു നമ്മൾ നടക്കുന്നത്. ചുമ്മാതൊന്ന് നോക്കിയതാണ്. കൊച്ചുനാളത്തെയൊക്കെ ഒരു ഓർമ്മ പുതുക്കലേ ഇങ്ങനെ മുടി. ഞാൻ ചില സമയത്ത് പിന്നെ ഇവരെ കാണിക്കാൻ വേണ്ടി രണ്ടായിട്ട് നമ്മളിങ്ങനെ നമ്മൾ പിന്നിടുമായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ പിന്നിടുമായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇപ്പം മുടി കുറവാണ്. പിന്നെന്തുവാ 2 ഡൂങ്ക, അന്ന് ഡൂങ്ക എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഡൂങ്കയൊന്നും ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ 2 സൈഡിലോട്ടൊക്കെ ഇവിടെ ഇതും കാണും. ചില ദിവസം ഇങ്ങനെ നമ്മൾ 2 വശത്തോട്ടൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ പോകുന്നത് നമ്മുടെ സ്കൂളിൽ. ഇന്നത്തെ ആ ടിപ്പെന്ന് വെച്ചാൽ ഇങ്ങനെ മുടിയൊക്കെ ഉണക്ക സമയത്തും ഒക്കെ ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മുടിയുടെ തുമ്പൊക്കെ വിണ്ട് കീറാൻ തുടങ്ങും. എൻ്റെ കാലിൻ്റെ പാദം വിണ്ട് കീറുന്നതിൻ്റെ കൂട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് പൊട്ടല്ലോ ഇങ്ങനെ പറയുമല്ലോ നമ്മൾ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അറിയാവുന്നവർ ക്ഷമിച്ചേക്കണം കേട്ടോ. അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ ഈ മുടിയുടെ തുമ്പിൽ നമ്മൾ ഈ വാസലിൻ പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. മുടിയുടെ തുമ്പ് കീറുന്നതിന് കേട്ടോ, നല്ലതാണത്. അറിയുന്നവർ കാണും കേട്ടോ. അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വാസലിൻ നമ്മളെടുത്തിട്ട് നമ്മുടെ ഈ മുടിയുടെ, നിങ്ങൾക്ക് രാത്രിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വാസലിൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ മുടിയുടെ തുമ്പിൽ ഇങ്ങനെ പുരട്ടി കൊടുത്ത് കെട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ. എല്ലായിടവും ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ തേച്ചിട്ട് കെട്ടി. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് മുടിക്ക് ചിലപ്പം എനിക്ക് മുടിക്ക് നീളം വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ.
കേട്ടോ. നല്ല നേരത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടി വിണ്ട് കീറുന്നതിന് നല്ലതാട്ടോ. ഇങ്ങനെ നമുക്കിത് വാസലിന് നല്ലതാ. നിങ്ങളിങ്ങനെ തേച്ച് കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ട് രാവിലെ നമ്മൾ എന്തായാലും കുളിക്കുമല്ലോ, അതോ കുളിക്കാത്തവരാണോ? അപ്പോൾ കേട്ടോ ഇങ്ങനെ നമുക്ക് കഴുകി മാറ്റാം കേട്ടോ. രാത്രിയിൽ ഉറങ്ങാൻ നേരം അല്ലെങ്കിൽ പകലിങ്ങനെ കെട്ടി വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കൂ. വാസലിൻ ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെയൊക്കെ തുമ്പൊക്കെ വിണ്ട് കീറുന്നത് തടയും കേട്ടോ. പിന്നെ നല്ലൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി കിടുക്കാഴ്ചയാണ് ഈ വാസലിൻ്റെ. പക്ഷേ എനിക്കത്ര ഇതിൻ്റെ ആ സ്മെല്ലിനോട് അത്ര ഇതില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെടത്തില്ല. പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തുമ്പിലിങ്ങനെ പുരട്ടാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ തേക്കത്തില്ല, അതുമാതിരി നമുക്ക് തേച്ചിട്ട് നിങ്ങൾക്ക് കെട്ടി വയ്ക്കാം. മുടിയുടെ തുമ്പ് കെട്ടി വയ്ക്കാം കേട്ടോ. പകലാണെങ്കിൽ നമുക്ക് കുളിക്കാതൊക്കെ ഇരിക്കുന്ന ഉണങ്ങിയ മുടി വേണം കേട്ടോ. നനഞ്ഞ മുടിയല്ല, ഉണങ്ങിയ മുടി, നന്നായിട്ട് ഉണക്കിയ മുടിയാണ് നമ്മളിങ്ങനെ ഇങ്ങനെ തേച്ചിട്ട് കെട്ടി വയ്ക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കെട്ടി വയ്ക്കണം. തുമ്പ് മാത്രം ഇങ്ങനെ കെട്ടിയിടുന്നവർ കാണുമല്ലോ, തുമ്പ് മാത്രം കെട്ടിയിടുന്നവർ കാണും. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്കിത് കെട്ടി വയ്ക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു സൂത്രപ്പണിയാണ് സൂപ്പ് പറഞ്ഞു തന്നെ. അപ്പോൾ ഇനി ആരും മുടിയുടെ തുമ്പ് വിണ്ട് കീറുന്നു അങ്ങനെ മുറിച്ച് കളയണം. പക്ഷേ ഇങ്ങനെ നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. തുമ്പിന് വെടിച്ച് കീറുന്നു, അതിനെന്തോ പറയുന്നത്, തുമ്പ് പിളരുന്നോ അങ്ങനെ കണ്ടല്ലേ ഇതിന് പറയുന്നത്. അപ്പോഴങ്ങനെ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പുരട്ടി നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിങ്ങനെ അങ്ങ് കെട്ടി വെച്ചാൽ മതി. കൊച്ചു സൂപ്പ്, ഇതിപ്പം കിളവി സൂപ്പും അല്ല, കൊച്ചു സൂപ്പ് കേട്ടോ. മുടി ഇങ്ങനെ കെട്ടിയപ്പം എനിക്ക് തന്നെ എൻ്റെ കൊച്ചുനാളത്തെ കാര്യമൊക്കെ ഓർമ്മ വന്നു. ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ട് നടക്കുന്ന അന്നും അന്നും പിന്നെ നമ്മുടെ മുടി കുറവാണെങ്കിലും ഇഷ്ടം പോലെ അന്ന് പണ്ട് മുതലേ ഞാൻ ഇഷ്ടം പോലെ പൂവിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അമ്മ ഇപ്പോഴും പറയും, അവൾ ഏത് നാട്ടിലാണെങ്കിലും വേലി ചാടിയെങ്കിലും പോയി മുല്ലപ്പൂ ഉണ്ടായിരുന്നു. നമുക്ക് അപ്പുറത്തെ വീട്ടിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു. കിളിമരം എന്ന് പറയുന്ന ഒരു മരം നിങ്ങൾക്ക് അറിയാവോ? അപ്പോൾ നമ്മുടെ ഇപ്പോഴും ആ വീടൊക്കെ ഉണ്ട്. പക്ഷേ ആ വീട്ടിലെ മുല്ലപ്പൂവും ആ കിളിമരവും നമ്മുടെ അവിടുത്തെ പോയി. പക്ഷേ അവിടുത്തെ അമ്മയും മരിച്ചുപോയി. അണ്ണന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴന്ന് ഞാൻ ട്യൂഷൻ വിട്ട് ഞാൻ വന്ന് അവിടുന്ന് എന്തായാലും മുല്ലപ്പൂവിൻ്റെ മുട്ട അടിച്ച് മാറ്റിക്കൊണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മുട്ട എങ്ങനെയെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും ഞാൻ അടിച്ചുകൊണ്ട് പോയി പിറ്റേന്ന് വെച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. അരിമുല്ല ഉണ്ടല്ലോ, അരിമുല്ല, പിന്നെ ഒറ്റ തട്ടിൻ്റെ മുല്ല, തട്ടുമുല്ല അത്ര ഇല്ലായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അന്നേ ഞാൻ അടിച്ചു മാറ്റുമായിരുന്നു. ഇപ്പം പിന്നെ ദൈവം എനിക്ക് അറിഞ്ഞ് നമ്മുടെ അണ്ണനും കല്യാണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ വൃക്ഷത്തൈ ഇതൊക്കെ കിട്ടുമല്ലോ തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനെ ഒരു മുല്ല കൊണ്ടുവന്ന് നട്ട് ഇപ്പോഴും ഉണ്ട്. അന്നേ കരുതിക്കൂട്ടി ചെയ്തതാ. എനിക്ക് കെട്ടിയോളായിട്ട് വരുന്ന പെണ്ണിനെ അകത്തിരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന എന്തുവാണ്, അകത്തിരിക്കുന്ന പെണ്ണിന് മുല്ലപ്പൂവൊക്കെ ഇഷ്ടമുള്ള പെണ്ണാന്ന് അന്നേ തലയിൽ എഴുതി കാണും, ദൈവം തലയിൽ എഴുതി കാണും നമ്മുടെ അണ്ണൻ്റെ കേട്ടോ. അതുകൊണ്ട് അന്ന് ആ മുല്ല നട്ട് ഇപ്പോഴും അതിനകത്തുനിന്ന് മുല്ലപ്പൂ പറിച്ചുകൊണ്ടിരിക്കും ഈ സുപ്പ് കേട്ടോ. ഇപ്പം പിന്നെ നമുക്ക് 2 പിച്ചിയുണ്ട്, നിറച്ചും പൂവുണ്ട്. ഇപ്പം പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പൂ വയ്ക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. പിച്ചിപ്പൂ അകത്തിരിപ്പുണ്ട്. അപ്പോൾ വാസലിൻ്റെ ഉപയോഗങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. അതിന് ഈ മുടിയുടെ തുമ്പിന് നമുക്ക് തുമ്പ് വിണ്ട് കീറുന്നതിന് നമുക്ക് നല്ലതാണ്. മുടി അങ്ങ് ഊരിപ്പോകുന്നു കേട്ടോ. പിടിക്കാതിരിക്കുന്നത് നല്ലത്, കഴിവത് പിടിക്കാതിരിക്കുന്നത് നല്ലത്. അതിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ മോതിരമൊക്കെ ടൈറ്റ്, നിശ്ചയത്തിൻ്റെ മോതിരം, കല്യാണ മോതിരമൊക്കെ ടൈറ്റായിട്ടിരിക്കും. ചിലരിങ്ങനെ ഇട്ടുകൊണ്ടേ നടക്കും. ഞാൻ പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും ഞാൻ അങ്ങനെ മോതിരമോ വളയോ ഒന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തി കേട്ടോ. കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോഴും ഫുൾ പരാതിയായിരുന്നു. അന്നേരം തന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാനങ്ങ് ഊരി വെച്ച് പിറ്റേന്നൊക്കെ പെണ്ണിനെ കാണുന്ന ആൾക്കാർ തുരാവെന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ പെണ്ണിൻ്റെ കയ്യിൽ താലിമാലയൊക്കെ ഉണ്ട്. പക്ഷേ പെണ്ണിൻ്റെ കയ്യിൽ ഈ കൊലുസും ഉണ്ട്. പിന്നെ കയ്യിലും അതൊന്നും ഇല്ലല്ലോ. ഫുൾ പരാതികളായിരുന്നു. അവൾ ഇവിടുത്തെ അപ്പനും അമ്മയും എന്നെ ഭയങ്കര വഴക്കായിരുന്നു. നിനക്ക് എന്തായിട്ടൊന്ന് നടക്കാൻ വയ്യേ തന്നത്, പിന്നെ എന്തിനാ നിനക്ക് ഇടാനല്ലേ എന്നൊക്കെയായിരുന്നു ഒത്തിരി പരാതിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാനങ്ങനെ വീട്ടിൽ മോതിരമോ
വളകളൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോഴേ ഈ മോതിരം നമുക്കിങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്ന മോതിരമൊക്കെ നമുക്ക് വളയോ മോതിരമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഊരിയെടുക്കാം കേട്ടോ. ആ വാസലിൻ നമ്മളിങ്ങനെ ഇച്ചിരി പുരട്ടിയിട്ട് നമുക്കത് ഊരിയെടുക്കാം. പിന്നെ നിങ്ങളാണെങ്കിൽ ഈ പണ്ടൊക്കെ അങ്ങനെ സംഭവിക്കുമായിരുന്നു. നമ്മുടെ ഈ കമ്മലിൻ്റെ ആണി ചില സമയത്ത് എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. കമ്മലിൻ്റെ ആണിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മുറുകിയൊക്കെ ചിലതൊക്കെ പിരിവെട്ടിയൊക്കെ ഇരിക്കും. പക്ഷെ അതൊക്കെ ഊരാൻ നല്ലതായിട്ടോ. ഈ വാസലിന് പിരിവെട്ടിയിരിക്കുന്നതൊക്കെ ഊരാൻ നല്ലതാ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ പേഴ്സിൻ്റെ നമ്മുടെ പേഴ്സിൻ്റെ ബാഗിൻ്റെയൊക്കെ സിബ് ഇങ്ങനെ ഇങ്ങനെ തുരുമ്പിച്ച് നമ്മുടെ അവിടെ വലിക്കുമ്പോൾ അത് തുറന്നു വരും. അതിന് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. ഈ ഒരു സംഭവം ആ പേഴ്സിനകത്ത് നമ്മുടെ വാനിറ്റി ബാഗൊക്കെ ഉണ്ടല്ലോ, അതിന് നമുക്ക് തുറക്കാനും അങ്ങനെ നല്ലതായിട്ടോ. ചിലതിങ്ങനെ മുറുകി പിടിച്ചിരിക്കും. പിന്നെ നമ്മുടെ കഥ തുറക്കുമ്പോൾ എന്നൊക്കെ ഒരു ശബ്ദം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ചിലത് തുരുമ്പ് കയറി നമ്മുടെ ഈ കഥകളൊക്കെ ഇങ്ങനെ അങ്ങനെ സത്യമായിട്ട് നമ്മളിപ്പോൾ കഥകളൊന്നും ഇല്ല, അതിനും ആ സൗണ്ടൊക്കെ മാറാൻ നമ്മുടെ ഈ വാസലിൻ നല്ലതാണ്. പിള്ളേരെ അതൊക്കെ മാറി കിട്ടും കേട്ടോ. ഈ കഥകിൻ്റെ ജാളി എന്നങ്ങണ്ടല്ലേ എന്നെ പറയുന്നത്, ആ സംഭവമൊക്കെ അതിൻ്റെ കിറുക്കിറന്നുള്ള ശബ്ദം സൂക്ഷിക്കണം. അത് മാറാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇടാൻ പറ്റാത്ത താക്കോലുണ്ടല്ലോ, നമ്മളെ പഴയ വീടിൻ്റെ ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ. പഴയ വീടിൻ്റെ നമുക്ക് ഇച്ചിരി ഒരു ടൈറ്റായിട്ട് ഇരിക്കും ആ താക്കോല്. അപ്പോഴേ നമ്മൾ അവിടുന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇല്ലേ, അപ്പോൾ ആ താക്കോലൊക്കെ ഈ സുപ്പ് നൈസായിട്ട് താക്കോലിട്ട് നൈസായിട്ട് ഈ ഒരു വിദ്യയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്തിരി നാളാകുമ്പോൾ അങ്ങനെ പഴയ നമ്മുടെ താക്കോലുകളൊക്കെ ഇങ്ങനെ പോട്ട് തുറക്കാതൊക്കെ വരും. അതൊക്കെ നമുക്ക് തുറക്കാം. നമ്മുടെ അലമാരിയുടെ താക്കോലൊക്കെ ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യും. വെളിച്ചെണ്ണയും കൊള്ളാം കേട്ടോ. ഈ വാസലിൻ്റെ ഉപയോഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ഇവനെ ഞാൻ നമ്മളെ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് എന്തെല്ലാം ഇത് കൂടുതൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇവനെയും കൊണ്ട്. പിന്നെ കുട, തുപ്പ് കുട വാങ്ങിച്ചിട്ടോ. ഈ കുടയൊക്കെ നൂരാതെ അതിൻ്റെ ഒരു സംഭവം മേളത്ത് അതൊക്കെ ഇതും കൊണ്ട് ഇത് ചെയ്താൽ മതി കേട്ടോ. ഇതും കൊണ്ട് ചെയ്താൽ മതി. വാസലിൻ ഈ കുടയൊക്കെ നമുക്ക് ഇങ്ങനെ നൈസായിട്ട് നമുക്ക് പിടിച്ച് ഇങ്ങനെ വരും കേട്ടോ. ഈ വാസലിൻ ഉപയോഗിച്ചാൽ മതി. സുപ്പ് ഒന്ന് കുട വാങ്ങിച്ചു. ഓണം പ്രമാണിച്ച് നമ്മുടെ അണ്ണൻ്റെ പോക്കറ്റ് മൊത്തം ഞാൻ ഇവിടെ കീറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മഴയൊക്കെയാണ്, എത്ര കുട വാങ്ങിച്ചിട്ട് ഇവിടെ ഒക്കുന്നില്ല. ഇന്നിപ്പം പോയപ്പോഴേ കുട അത്യാവശ്യമാണല്ലോ നമുക്ക്. അപ്പോഴേ ഒരു കുട വാങ്ങിച്ച് തന്നു. എനിക്ക് കൊള്ളാവുന്ന എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ അണ്ണൻ ചോദിക്കുക, നീ എന്തുവാ ഓണമൊക്കെ കഴിഞ്ഞ് നീ ഇനി എന്തോ പുലികളിക്ക് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ്, നമുക്ക് പുലികളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ വാസലിൻ നമുക്ക് ഇവിടെ തേച്ചാൽ മതി. ചിലപ്പോൾ ഈ കമ്പിയൊക്കെ തുരുമ്പിച്ച് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. ഇതേ സത്യമാണോ പിള്ളേരെ? പുലികളിക്കുള്ള കുടയാണോ ഞാൻ വാങ്ങിച്ചത്? എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കുട വാങ്ങിച്ച് ചുക്കും. മഴ കൂടാ മഴ വന്നാൽ കൂട്ടിക്കൂട. ഇതിന് എത്ര 200 എത്ര 350 300 എത്രയോ കണ്ട വില കേട്ടോ. നല്ലതാണെങ്കിൽ പറയണേ. പുള്ളി കേട്ടോ. പിന്നെ ഒരു തിളക്കം മാതിരി ഉണ്ട് കേട്ടോ. തിളക്കം മാതിരി ഉണ്ട് നമ്മുടെ ഈ കുടയ്ക്ക്. ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഇനിയിപ്പം എത്ര കുട വാങ്ങിച്ചിട്ട് എനിക്ക് ഇത് 2 മടക്കല്ലേ, 2 മടക്കാണ് 3 മടക്കം, ഇത് 2 മടക്കുണ്ട്. എൻ്റെ കയ്യിൽ നേരത്തെ ഇത്രയേ ഉണ്ടല്ലോ, കുഞ്ഞു കുട ഉണ്ടല്ലോ, അതാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് ബാഗിലോ പേഴ്സിൽ വരെ എനിക്ക് ആ കുട ഇട്ടുകൊണ്ട് വരുന്നു. പക്ഷെ അതും പന്നലായി. ആ കടയിൽ ചോദിച്ചപ്പോൾ അതില്ല. പിന്നെ അല്ലാതെ ഇതും വാങ്ങിച്ചു. വേറെ ഒറ്റ കളറിൻ്റെ കറുപ്പല്ല, എനിക്ക് കറുപ്പ് കുടയുടെ അത്ര ഇഷ്ടമല്ല കേട്ടോ. അതും വേറൊരു കളറ്, അതിനകത്തൊന്നും വന്നില്ല. അപ്പോഴേ സുപ്പ് ഇന്നൊരു കുട വാങ്ങിച്ചു. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്ത് ചുമ്മാതെ മൊബൈലും കുത്തി ഇരിക്കുമല്ലോ. അതിനകത്ത് കയറി ഇറങ്ങിയപ്പോൾ ഉണ്ട് ക്യൂടെക്സൊക്കെ നമ്മളെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ 2 കയ്യിലും അടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഞാൻ അത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടം.
അപ്പോഴങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ കൊണ്ടിടാ ക്യൂടെക്സിനൊക്കെ നല്ല വില കുറവ്. എന്തായാലും 187 രൂപയ്ക്ക് 12 എണ്ണം കിട്ടി. പക്ഷെ പൊളിയാണ് സംഭവം. ക്യൂടെക്സ് ഇട്ട് പക്ഷേ അത് പോകുന്നില്ല. ചില ക്യൂടെക്സൊക്കെ നമ്മൾ അടിച്ച് നോക്കുമ്പോൾ അടിച്ച് നോക്കി ഒരു ദിവസം രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടങ്ങ് പോകും കേട്ടോ. വൈകിട്ടങ്ങ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും, നമ്മുടെ നഖത്തിൽ നിന്ന് അങ്ങ് പോവും. പക്ഷേ ഇത് ഞാൻ അടിച്ചിട്ട് 2-3 ദിവസമായി ഞാൻ അടിച്ചിട്ട്. പാത്രം കഴുകുന്നു, തുണി കഴുകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും പോയില്ല കേട്ടോ. നല്ലതാണ്. അപ്പം നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോണം. 12 എണ്ണം കേട്ടോ. 12 ക്യൂടെക്സ് കിട്ടി. 187 രൂപയ്ക്ക് 12 ക്യൂടെക്സ് കിട്ടി. ഇതൊക്കെ നമ്മുടെ അണ്ണൻ കാണണം. എന്നിട്ട് പറയും ചുമ്മാതാണോ എൻ്റെ ഈ പോക്കറ്റ് മൊത്തത്തിൽ കീറി പോകുന്നത് ഇവള് കാരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ക്യൂടെക്സ് അടിക്കുന്നത്. ഇതേ ഇങ്ങനെ നമ്മളിങ്ങനെ പറക്കി 12 എണ്ണം ഉണ്ട് കേട്ടോ. എല്ലാം വേറെ വേറെ കളറ്. ഇതേ ഒന്ന് ഈ കളറ്, ഒന്ന് എന്താ ഇതിൻ്റെ എന്താ കളറൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിട്ട്. ഗ്രേ കളറ് കേൾക്കാൻ ഒത്തിരി. ഇതേ എൻ്റെ ഈ നൈറ്റിയുടെ കളറ്. എൻ്റെ നൈറ്റിക്ക് ചേരുന്ന ക്യൂടെക്സ് ഇപ്പം ഞാൻ വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും പറയും വളയും ഇതുമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന. അപ്പോഴേ റെഡ് തന്നെ പല കളറിലുള്ളത് കൊണ്ട് കേട്ടോ. ഇത് എൻ്റെ നൈറ്റിയുടെ കളറ്. ഈ കളറ് പിന്നെ ഉണ്ട് കേട്ടോ. 12 എണ്ണം കേട്ടോ. റെഡ് തന്നെ ഒരു 1, 2, 3, 4, 5 കളർ റെഡ് തന്നെ വേറെ വേറെ ഐറ്റം, വേറെ വേറെ കളർ കേട്ടോ. ബാക്കിയെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കളറുകളൊക്കെ അതെ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കളറുകളൊക്കെ കേട്ടോ. ക്യൂടെക്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിനകത്തും ഇപ്പോൾ ഓഫറുണ്ട് കേട്ടോ. നിങ്ങൾ കയറി ഒന്ന് കണ്ടിട്ട് വാങ്ങിച്ചോളൂ. എന്തായാലും നല്ല ക്യൂടെക്സാണ് ഞാൻ വാങ്ങിച്ചു. എനിക്ക് നല്ല 12 എണ്ണം നഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാൻ കൂട്ടി നോക്കിയപ്പം വലിയ നഷ്ടമൊന്നുമില്ല. പിന്നെ പോകുന്നതും ഇല്ല കേട്ടോ. നമ്മുടെ നഖത്തിൽ നിന്ന് പോകുന്നതും ഇല്ല കേട്ടോ. പോകുന്നു നമ്മുടെ അണ്ണൻ. ഇതൊക്കെ കണ്ടാൽ ചോദിക്കുക പോക്കറ്റ് മൊത്തം നീ ഇങ്ങനെയാണോ കീറിക്കുന്നത്? സാരമില്ല, എനിക്ക് വേണ്ടതല്ല. എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല ക്യൂടെക്സ് ആയിരുന്നു. നിങ്ങൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊന്ന് കയറി ഇറങ്ങി നോക്ക്. നല്ല ക്യൂടെക്സ് നമുക്ക് കിട്ടും കേട്ടോ. ക്യൂടെക്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, എന്നെ പോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അപ്പോൾ ഇന്ന് എന്തുവാ ഇതൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വാസലിൻ കുട്ടൻ്റെ വിശേഷങ്ങളും. മഴ പെയ്യുമോ? റെയിൻകോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് മഴ പെയ്യാൻ സമ്മതിക്കത്തില്ല. നമ്മൾ കുടയും വാങ്ങിച്ചു. അതുകൊണ്ട് ഇന്നിപ്പോൾ മഴ പെയ്യത്തില്ല. അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്ന് വേറെ ഒന്നും എടുക്കാനെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് എൻ്റെ നമ്മുടെ വീട്ടിൽ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളത്തെ മുടി കെട്ടി ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ പോയി അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ. മുടിയുടെ തുമ്പ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് ഉണങ്ങിയ മുടി ആയിരിക്കണം. നമ്മളിങ്ങനെ തുമ്പിൽ തേക്കുമ്പോൾ നന്നായിട്ട് മുടി ഉണങ്ങണം. വീട്ടിലൊക്കെ പോയി അപ്പനെയും അമ്മയൊക്കെ കണ്ടു. ഓണത്തിന് ചെന്നിട്ട് ഒത്തിരി നേരമൊന്നും നിന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും കണ്ടു. എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇനി പോന്നു. പെട്ടെന്ന് ഇനി പോന്നു കേട്ടോ. മക്കൾ വരുന്നതിന് മുന്നൊക്കെ വരണ്ടേ. പിന്നെ നമ്മുടെ അമ്മ തന്നെയല്ലേ നമ്മുടെ സരസ്വിനെ തന്നെ ഇട്ടിട്ട് പാലിപ്പോവും. സരസ്വിന് ഒന്നാളെ വയ്യ. അപ്പോൾ ഇനി തങ്ങിയതൊന്നുമില്ല. പോയിട്ടൊക്കെ എളുപ്പമൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വാസലിൻ കുട്ടൻ്റെ ഉപയോഗങ്ങളും കേട്ടോ. ഞാൻ വാങ്ങിച്ച കുഞ്ഞു കുടയും ക്യൂടെക്സും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. മഴക്കോളൊക്കെ വരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചിലരൊക്കെ വീഡിയോ കണ്ടിട്ട് വിചാരിക്കുമോ ഇതൊക്കെയാണോ വലിയ ഇതെന്ന്. പക്ഷെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയാനല്ല ഇങ്ങനെയൊന്നും വരുന്നത് കേട്ടോ. എന്നാലും ചിലപ്പം എനിക്ക് തന്നെ എന്തെല്ലാം അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ളത്. അപ്പോഴേ കുഞ്ഞു വിശേഷങ്ങളാണ് കാണിച്ചത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നാളെ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് എൻ്റെ സ്വന്തം അനിയത്തിയുടെ മോളുടെ അരങ്ങേറ്റമാണ് നാളെ. ഞങ്ങൾക്ക് അതൊരു വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിട്ട് അരങ്ങേറ്റമാണ്. ഞങ്ങളുടെ തമ്പുരു എന്ന് വിളിക്കുന്ന അതിഥിയുടെ അരങ്ങേറ്റമാണ് കേട്ടോ. ഒക്കുന്നെങ്കിൽ
നോക്കട്ടെ. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കണം. അങ്ങനെ നാളെ ഫുള്ള് ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസം കേട്ടോ. അരങ്ങേറ്റമൊക്കെ അമ്പലത്തിൽ വെച്ച്, നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റമൊക്കെ, അതിനൊക്കെ പോകണം. നോക്കട്ടെ അല്ലാതുള്ള വിശേഷങ്ങൾ. അത് സന്ധ്യയ്ക്ക് കേട്ടോ, 7 മണിക്കാണ് അരങ്ങേറ്റമൊക്കെ. പകൽ നോക്കട്ടെ അതാണോ നമുക്ക് വേറെ വല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോകണോ എന്നൊക്കെ നമുക്ക് നാളെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ.